കൂട്ടുകാർക്ക് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ്. അപ്പൊ ഇത് കുഞ്ഞാരിമാമൻ നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുഞ്ഞാരിമാമൻ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടാ. അപ്പൊ ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ABC ജ്യൂസ് എന്നും ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ യൂട്യൂബേഴ്സും അല്ലാണ്ടൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതൊക്കെ. അപ്പൊ കുഞ്ഞാരിമാമൻ കഴിക്കാറുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് പറഞ്ഞു തരാന്ന് പറഞ്ഞു. എല്ലാരും കഴിക്കുന്നത് നല്ലതാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങള് എങ്ങനെയാണ് ABC ഡ്രിങ്ക് അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാക്കാന്ന് നിങ്ങളും കൂടെ ആയിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അത് മാത്രല്ല കേട്ടാ, ഞാനല്ല ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഞാനും മാത്രല്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും. ഇന്നത്തെ ഫുൾ പരിപാടി നമ്മുടെ മാമനാണ് ചെയ്യുന്നത് കേട്ടാ. അപ്പൊ ഹെൽപ്പിങ്ങിന് മാത്രമേ ഞാൻ നിൽക്കുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് മാമന്റെ പരീക്ഷണമല്ല, മാമന്റെ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് മാമ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമുക്ക് ഇന്ന് നമ്മുടെ ABC ഡ്രിങ്ക് അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ നമുക്ക് ഉണ്ടാക്കാനുള്ള കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തുള്ളത്. ഇപ്പം എല്ലാവരും വിചാരിക്കും ABC ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ ആപ്പിള്, ക്യാരറ്റ്, ബീട്രൂട്ട് എന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ മാമൻ ഉണ്ടാക്കണം. മാമൻ്റെ ശരീരത്തിൻ്റെ സീക്രട്ട് ആണ് ഇന്ന് നമ്മൾ റിവീൽ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അവൻ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സാണ് അതിനെടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് വരുമ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ട്, ഫ്രൂട്ട്, ആപ്പിള്, പിന്നെ അതിൽ കൂടെ അഡീഷണൽ ആയിട്ട് ഇഞ്ചി, നെല്ലിക്ക, പിന്നെ എന്തുട്ടാ ഒരു ചെറിയൊരു നാരങ്ങ കേട്ടോ. ഇനി നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യുന്ന ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവനെ ഹെൽപ്പ് ചെയ്യാൻ. ഹെൽപ്പർ ഒന്നുമില്ല, വെറുതെ അതൊക്കെ ഒന്ന് തിന്ന് സഹായിക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കുക, അതൊക്കെ കേട്ടോ ഇന്നത്തേത്. അപ്പോൾ ഇന്നത്തെ ഫുള്ള് കാര്യങ്ങൾ അവനാണ് ചെയ്യുന്നത്. അപ്പോൾ മൂപ്പര് ഫുൾ പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെയൊന്നും ചെയ്യില്ല. എന്തായാലും നമുക്ക് അതിൻ്റെ ജ്യൂസല്ലേ വേണ്ടുള്ളൂ. ഞാനിതൊക്കെ വെട്ടിക്കൂട്ടി വേഗം തന്നെ ഇട്ടേനെ. പക്ഷെ മാമൻ അങ്ങനല്ല. മാമൻ എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഞാൻ പറയും സ്കെയിൽ മനസ്സിലാക്കി എടുത്തോ, വരച്ചിട്ട് വെട്ടാന്നറിയും. അതേപോലെ ആയിട്ട് അവൻ ചെയ്യാം. എനിക്ക് ഇത്രയുള്ള ക്ഷമയൊന്നും പോരാ. നിനക്കറിയില്ലേ ഞാനൊരു വെഗിലി വെപ്രാളമാണെന്ന്. എൻ്റെ ബൊമ്മുൻ്റെ പോലെ അബിയായിട്ട് ഇവിടെ പറയും നീയും ബൊമ്മും ഒരുപോലെയാണ്. ഇങ്ങനെ ഉണ്ടാവും ഒരു വെഗിലി വെപ്രാളം എന്ന് വയ്ക്കും. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വല്ലാണ്ടൊന്നും ഉറച്ച് കഴുകൊന്നുമില്ല കേട്ടോ. ഇവിടെ മാമന് ഭയങ്കര ഒരു ഇതാണ്, അത് വൃത്തിയാവണം. മീൻ വരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് പോയില്ല ഇത് പോയില്ല എന്നൊക്കെ പറയും. അത് മാമ അങ്ങനെയാണ്. അങ്ങനെ മാമൻ ഓരോന്ന് അരിഞ്ഞ് വെക്കുമ്പോൾ ഞാനിവിടെ മണ്ടയിൽ ഇരുന്നിട്ട് ഓരോ ആപ്പിളൊക്കെ അടിച്ചു മാറ്റി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മാമ പറയുന്നുണ്ട് നിനക്ക് ഇത് ആദ്യക്ക് പറയാച്ചാൽ ഞാൻ കുറച്ചെണ്ണം കൂടുതൽ മേടിക്കില്ലേ, ഇതിപ്പോൾ നിനക്ക് അരിഞ്ഞ് വെച്ചാൽ തന്നെ കഴിക്കണം, അവിടെ ഫ്രിഡ്ജിലിരിക്കേണ്ട അടുത്ത്. പക്ഷേ അതൊരു രസമല്ലേ ഇങ്ങനെ കഴിക്കുന്നത്. നമ്മൾ ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാക്കുമ്പോഴേ നെല്ലിക്കിടണം നല്ലതാട്ടാ. നെല്ലിക്കനെ പറ്റി വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. മുടിക്കും കാഴ്ചയ്ക്കും മുഖത്തിനും എല്ലാത്തിനും നെല്ലിക്ക നല്ലതല്ലേ. അല്പസ്വല്പം എൻ്റെ പോലെ മെൻ്റലുള്ളവർക്കും നല്ലതായിരിക്കും. അതെൻ്റെ അഭിപ്രായമല്ല, ദാറ്റ് അവൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. വെച്ചിട്ട് ഇഞ്ചി കഴുകുന്നു. ഇഞ്ചിയിലെ തൊലി കളയരുതെന്ന് ഇവൻ പെട്ടെങ്ങാണ്ട് ഒരു കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ സിസ്റ്റാട്ടാ ഞാൻ ഫോളോ ചെയ്യണേ. എന്നിട്ട് ഇവനത് കഴുകണം. പിന്നെ അവനോട് ഞാൻ നേരത്തെ പറയില്ലേ, അവന് എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ലേട്ടത്. അവനിതൊക്കെ ഇങ്ങനെ കാണണം. അതല്ലടാ അതിൻ്റെ ഉള്ളിൽ ജ്യൂസർ കണ്ട നീ? അതന്നെ ജ്യൂസർ. അമ്മ കാണണ്ട വീട്ടിൽ ഒരു കരണ്ടി എടുത്തിട്ട് നിലത്ത് കയറ്റി വെക്കാത്തവൻ, ഇല എടുത്ത് കയറ്റി വെക്കാത്തവൻ ഞാനിവിടെ വന്നിട്ട് അവനെ അടുക്കള പണി എടുപ്പിക്കാമെന്ന് പറയും അമ്മ അത് കാണുമ്പോൾ. ഇത് എൻ്റെ കാര്യമായ കാരണമായിട്ടാണ് അടുക്കള കയറിയത്, അല്ലെങ്കിൽ മുത്തമടിയനാണ്. ഇതിപ്പോൾ ഗ്ലൂട്ടാത്തയോൺ അവനുണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ ചുളിവിൽ ഞാൻ അതടിച്ച് മാറ്റും കുറച്ച്.
ഞാനും ഒന്ന് വെളുത്ത് പാറണ്ട, എൻ്റെ വയറെങ്കിലും ഒന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെ വിചാരിക്കുന്നു. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അത് ശബ്ദം അങ്ങനെയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇടണ്ടേ? ഇതിട്രാ, ഇതിന്റെ എല്ലാം തോന്നുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ ഇട്. അയ്യ തുണി മാറ്റിട്ട നീ. എല്ലാവർക്കും ചോദിക്കാം. ഞങ്ങൾ പിന്നെ ഭയങ്കര ഐക്യമുള്ള ആൾക്കാരാണ്. ഒരുമിച്ചൊരു കാര്യം ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ പകുതി അമ്മയ്ക്ക് അടിപൊട്ടും ഞങ്ങൾ. നമുക്കിത് എത്ര കിട്ടിയിട്ടുള്ളൂ കേട്ടാ. നമുക്കിനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം ബാക്കിയുള്ള എടുക്കണമെങ്കിൽ. ഇവരെൻ്റെ പ്രീതി സോഡിയാക്കിനെ കുറ്റം പറഞ്ഞു. അത് പ്രീതി സോഡിയാക്കി ശരിയല്ല. അതിലെന്നെ വെള്ളാക്കിക്കോ. അതിലെന്നെ വെള്ളാക്കിയിട്ട് ഒഴിക്കാം. അത് മതിയില്ലേ വെള്ളം? ഇപ്പൊ ഒരു ബോംബ് വിസ്ഫോടനം സംഭവിക്കും ഇവിടെ. അത്ര നിറച്ച് വെള്ളം ഒഴിച്ചില്ല എടുത്തോരപ്പ നീ. പക്ഷെ അടക്കി ഇത് മതി, ഇത് മതി. ഇനി മതിയുടെ അതിൽ വെള്ളം പോകും, കംപ്ലീറ്റ് പോകും. ഇനി അറിഞ്ഞോളൂ. ഇവിടെ നോക്കിയേ. സെറ്റ്. ഓ സംഭവം റെഡ് റെഡ് റെഡ്. ഇനി ഒന്നും കൂടി അടിക്കടാ. മിക്സിയിൽ അടിക്ക്. വേണ്ട, ഇതിലുള്ള അടിക്ക്. ഇതിന്റെ ഉള്ളിൽ ഇനിയും ചാറുണ്ടാവും. ഈ കൊറ്റം വെറുതെ കളയണ്ടല്ലോ. മതില്ലേ? മിക്സിനെ ശരിക്കും മാമാൻ വേണ്ട, ഇത് മതിയില്ലേ? ഇനി ഇപ്പൊ 2 ക്യൂബിലേക്ക് ഉണ്ടാവില്ല, ഇത് കൂടുതലാവും. ഓ മൈ ഗോഡ്, എന്റെ മിക്സി ആകെ ഇതായി. ഞാനെങ്ങനെ പൊന്നു പോലെ കൊണ്ടടക്കണ മിക്സി അതറിയും. ഒരൊറ്റ ദിവസം കൊണ്ട് എന്റെ മിക്സി നീ ആശാക്കും. ഒരു കുഴപ്പമില്ല അതിന്. എങ്ങട് ബലം പിടിക്കേ. എന്റെ മിക്സി നീ ഒരു ദിവസം കൊണ്ട് നാശാക്കൂട്ടെ. എന്തുണ്ടത്? മെല്ലെ പിടിച്ചാ മതി. സാരില്ലേ, പോട്ടേട്ടാ. കുഞ്ഞാരു മാമൻ കൈയിട്ട് ഞെക്കിക്കൊല്ലല്ലോ. എല്ലാം എടുക്കും ഞാൻ. അയ്യോ ഇഞ്ചി അത് ഞാൻ പറഞ്ഞ നിക്കല്ലേ. ഇത്ര അധികം നമുക്ക് നമ്മള് വെളുത്ത് പാറൂട്ടോ കുഞ്ഞാര്. ഇത് വെളുക്കാനാണോ? ഇവരെന്റെ അടുക്കള നാശാക്കി. എന്റെ മിക്സിയുടെ 100 കുറ്റം പറഞ്ഞവൻ.
വീതി സോഡിയാക്കിന്റെ മിക്സി അരയണില്ല അത് നോക്ക്. എന്റെ അടുക്കള നോക്ക്, എന്റെ അടുക്കള കോലം നോക്ക്. ഞാൻ എങ്ങനെ ഭംഗിയിൽ കൊണ്ടിട്ട് നടക്കണ അടുക്കള. ഓ ദൈവമേ, എന്റെ അടുക്കള കിടക്കണ നോക്കൂ. അതെ, എന്നത്തോടു കൂടി ഞാൻ അടുക്കള നിർത്തിക്കട്ടാ. ഞാൻ ഇത് ഉണ്ടാക്കാൻ ആ മിക്സിയിൽ അടിക്കാൻ ഇത്ര പണിയും കൂടി ഇല്ലല്ലേ. എന്റെ ഒരു ഇതായിരുന്നല്ലേ. സ്പൂൺ എടുക്കുന്ന സ്പൂണുണ്ട് ഞങ്ങൾ സ്പൂൺ കൈയിട്ട് ഇറക്കിയാ മതി. ഞെക്കാനാ ഇങ്ങനെ ഒന്നല്ലടാ, ഇതൊക്കെ തന്നീന്. ഇങ്ങനല്ല മറ്റേലടിച്ചിട്ട് സത്തെടുക്കണ്ടായിരുന്നു. ഓ അന്ന് നീ ഒന്നും കൂടി അടിക്കുക, മിക്സിന് എടുത്തരാം. ഇന്നടിക്കണ്ട, ഇന്നടിച്ചിട്ട് കാര്യമില്ലേ. ഇത് ഇങ്ങനെ തന്നെയാണ്, ഇത് എങ്ങനെ സെയിം ആണെങ്കിൽ ഇതിനെ കൊറ്റനൂട്ടായില്ലേ, നമുക്ക് അടിച്ച് മുറിച്ച് തിന്നാം. നമുക്ക് ക്യൂബ് എടുക്കാം. പിടി നടാ, അതൊക്കെ മതി. ഇത്ര വെളുത്താ മതിയടാ. ഞാൻ എടുക്കൊന്നുമില്ല, ഞാൻ ഒക്കെ കഴിക്കള മതി. കയ്യില് തരേ ഇങ്ങനെ പച്ചക്കളറല്ലേ മലത്തി. ആന്ന് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ സഞ്ചി തന്നല്ലേ. ഒക്കെ മതി. ബ്രഷ് വേണം, ബ്രഷ് വേണം, പല്ലേക്കിന്റെ ബ്രഷ് ഉണ്ട്. ഇതെന്തൂട്ടാണ്ട് അടുക്കള കാണുന്നത്. എവിടെ മുട്ട വയ്ക്കുന്നത്? അയ്യോ, മുട്ട വയ്ക്കുന്നത് ഇങ്ങനത്തെ അതില്ല. ഇവിടെ ഫ്രീ ഇതുണ്ട്, ക്യൂബ് ഉണ്ട്, ഐസ് ക്യൂബ് ഉണ്ട്. വൺ മിനിറ്റ് വരട്ടെ. അയ്യോ, എന്റെ മീൻ തീരുന്നത്. പുറത്തേക്ക് വയ്ക്കല്ലേ, ഒരെണ്ണത്തിൽ തന്നെ മുഴുവൻ വെച്ചോണ്ടിരിക്കല്ലേ. ഫിഷ് ഇരിക്കുന്ന അതിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുൾ ആയി ഞങ്ങളുടെ ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിനിഷ്ഡ്. എന്താവുമ്പോ അറിയില്ല, നാളെ കാലത്ത് ബാക്കിയുള്ള എടുത്ത് നോക്കാം. തരട്ടാ, രണ്ടെണ്ണത്തിൽ പോരാണ്ട് ഞങ്ങളുടെ ഇതിനും കൂടി നിറച്ചിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ നല്ല പിങ്ക് ആയിരിക്കും. അപ്പൊ എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. ബാക്കി നാളെ നോക്കാം. ഇനി ഞങ്ങൾ വെളുത്തു പാറോ അതോ വണ്ണം കുറഞ്ഞു പാറോ എന്നൊന്നും പറയാൻ പറ്റില്ല, കാറ്റിന് പാറോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ബാക്കി നോക്കിട്ട് വരാം. ജസ്റ്റ് ഒന്ന് കുടിച്ചോക്കട്ടെ. ഒരു ഇഞ്ചി ചവയുണ്ട് ബീട്രൂട്ടിന്റെയും. ചിലർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടാ. പക്ഷെ ഇത് നമ്മളെ കാലത്ത് എണീറ്റിട്ട് ചായക്ക് പകരം ചെറിയ ചൂടുവെള്ളത്തിൽ ഈ ഒരു ക്യൂബ് ഇട്ട് കഴിച്ചാൽ മതി, വെറും വയറ്റിൽ കേട്ടാ. അപ്പൊ സംഭവം സക്സസ് ആണ്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത്രയല്ല, എന്റെ അടുക്കള കിടക്കണ നോക്ക്. ഞാൻ പോയിട്ട് വൃത്തിയാക്കട്ടെ. ബൈ.
ഒരു ദിവസമൊക്കെ വെച്ചാൽ മതിട്ടെ ഫ്രീസറിൽ. സംഭവം പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോഴത്തേക്കേ സംഭവം സക്സസ് ആയിട്ടുണ്ട്. ഇത്തിരി മെനക്കെടണം എന്നുള്ളത് മെനക്കെടാനെന്നില്ല, ഇത് ഇവൻ ചെയ്ത കാരണമാണ്. അരിക്കലും പിടിക്കലൊക്കെ മെല്ലനെ കാരണം. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 നിമിഷം കൊണ്ട് സംഭവം സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ഇത് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ, ഫാറ്റ് ബേണും അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോണിനെ പറ്റി എല്ലാവർക്കും അറിയാലോ, അത് ഞാനായിട്ട് പറയണ്ടല്ലോ. എന്തായാലും ഞങ്ങളും കൂടി അതൊന്ന് ഉണ്ടാക്കി, സംഭവം സക്സസ് ആട്ടാ. ഇപ്പോൾ ഞാൻ എന്തൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ വോയിസ് കിട്ടുമായിരുന്നു തന്നെ. ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ട് എനിക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ പിന്നെ കുടിക്കുന്നുണ്ട്, അവൻ്റെ ശരീരം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിഞ്ഞൂടെ. അവൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണതാട്ടാ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല സാധനമാണ്, നല്ലൊരു ഡ്രിങ്ക് ആട്ടാ. അധികം വേണ്ട, ആവശ്യത്തിന്. അടിപൊളി.